അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർക്ക് എത്താനായിട്ടാണ് ചെയ്യാ. ഊട്ടിയിലിങ്ങനെ മടങ്ങി ഗൂഡല്ലൂർ എത്താനായി. ഈ ഇറക്കം കഴിഞ്ഞാൽ ഗൂഡല്ലൂരാണ്. അതെ, ഈ ഇറക്കം കഴിഞ്ഞാൽ ഗൂഡല്ലൂരാണ്. ഇവിടുന്നാണ് എല്ലമലക്ക് തിരിഞ്ഞു പോലെ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എവിടുന്നാ തിരിയലെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ എല്ലമലയില് എന്തൊക്കെയാ ഉള്ളത് വിജയാക്ക? എല്ലമലയില് ഫുള്ള് ചായത്തോട്ടം, നല്ല ഒരു കാണാനുണ്ട് അല്ലേ? നല്ല കാണാൻ കൃഷിയുള്ള സ്ഥലമാണ്. അടിപൊളി. ഇത് മേലെ ഗൂഡല്ലൂര് എന്ന സ്ഥലമാണ്. മേലെ ഗൂഡല്ലൂര് ഈ അങ്ങാടി അതാണ്. മേലെ ഗൂഡല്ലൂര് കാണാത്ത ആൾക്കാർക്കേ കാണാന് മേലെ ഗൂഡല്ലൂര് അത്. ഇവിടെ എന്താ എഴുതിയാണ്? അങ്ങനെ അല്ലെങ്കിൽ ഈ വളവാണ് കഴിഞ്ഞാ മതി. ഈ വളവാണ് കഴിഞ്ഞാ നേരെ ഗൂഡല്ലൂർ അങ്ങാടിക്കാണ്. ഈ വളവ് കഴിഞ്ഞാല് ഗൂഡല്ലൂർ അങ്ങാടിക്കെത്തും. ആൾക്കാരൊക്കെ തണുത്തിട്ട് ബാക്ക് കൈയ്യട്ടി കണ്ടൊക്കെ നടക്കും. നല്ല തണുപ്പുണ്ട് കേട്ടോ. കാലാവസ്ഥ കാലാവസ്ഥ. സമയം രാത്രിയാണ്. 11 മണിയായി. 11 11 11:10 തണുപ്പ്. നല്ല തണുപ്പാ. ഇവിടെ ലോഡ്ജാണ് ഇത്. റൂംസ്. ഏകദേശം എല്ലമല പോണ അവിടെ എത്തിയിട്ടോ എന്ന് ചെയ്യാ. ഇത് ഊട്ടിക്കുള്ള ബസ്സാട്ടോ. ഗവൺമെന്റ് ബസ്സാണ്, ഊട്ടി ബസ്. അതാണ് എല്ലമല പോണ റോഡ്. അവിടെ സ്ലോ ആക്കി ആ ബോർഡ് ഇങ്ങനെ കാട്ടി കൊടുക്കാം. ഇതാണ് എല്ലമലക്ക് പോണ റോഡ്. ഗൂഡല്ലൂരിന്ന് ഇതാണ് ബോർഡ് എല്ലമല. അങ്ങനെ നമ്മള് ഗൂഡല്ലൂര് അങ്ങാടിയാണെങ്കിൽ ഗൂഡല്ലൂർ അങ്ങാടിയിലെത്തി. രാത്രി ആയിട്ടാണ് തിരക്കുകളൊക്കെ കുറവാണ്. രാത്രി 11-12 മണിയില്ല. തിരക്ക് കുറവാ അല്ലേ? ഇന്നത്തെ ഇവിടെ ആളുണ്ടാവില്ല. നമ്മളെ നാട്ടിൽ ഇന്നത്തെ ആള് നിൽക്കൂല. പക്ഷെ തണുപ്പൊന്നും വല്ലാതെ ഇല്ല കേട്ടോ അവിടെ. എന്നാലും ആള് വളരെ കുറവാണ്. ഗൂഡല്ലൂർ ടൗണിൽ എത്തിയിട്ട് നമ്മള് ഊട്ടി റോഡ് മേല. ഊട്ടി റോഡ്. ഇവിടെ വലിയൊരു അമ്പലമൊക്കെ ഉണ്ട്. കുറെ ലോഡ്ജാണ്. ലോഡ്ജ് ഹോട്ടല്. അങ്ങനെ കുഴപ്പമില്ലാതെ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ? നമ്മളെ നാട്ടിൽ നിന്ന് തന്നോലെ തന്നെയാണ്. ഇതൊക്കെ കംപ്ലീറ്റ് റൂം എടുത്തോല. താമസിച്ചിട്ട് നാളെ രാവിലെ ഇവിടുന്ന് അങ്ങനെ ഊട്ടിക്ക് കൂടാൻ വേണ്ടിട്ട്. ഊട്ടിക്കാവില്ല, മൈസൂർക്ക്. മൈസൂരൊക്കെ പോകാൻ വേണ്ടി നിൽക്കണമല്ല. മൈസൂർക്കില്ല ഇവിടെ റൂം. അതാണ് കാടടച്ചു. ഈ ബോർഡ് ഉണ്ടോ? കോഴിക്കോട്ടൊക്കെ 135 കിലോമീറ്റർ, സുൽത്താൻ ബത്തേരി 45, മൈസൂര് 110. ഗൂഡല്ലൂരിൽ കേട്ടോ. ഇവിടുന്ന് 110 കിലോമീറ്റർ ആണ് മൈസൂർക്ക്. ആരെ ബാക്കില് ഓണടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഗൂഡല്ലൂര് ഓട്ടോറിക്ഷ പോണേ. കപ്പലല്ല കേട്ടോ. കപ്പലല്ല പോയത്. കണ്ട കപ്പലൊക്കെ തോന്നും. കപ്പല തോന്നും. അപ്പൊ നമ്മള് ഗൂഡല്ലൂര് അങ്ങാടിയിൽ ടൗണിലെത്തി. സെൻട്രലില് ട്രാഫിക്കിലെത്തി. ഇവിടുന്ന് നമ്മള് നേരെ അടുത്ത് തിരി നേരെ പോവും. നേരെ നമ്മള് വൈക്കടവ്. ഇനി നേരെ നാടുകാണി വൈക്കടവ് കേട്ടോ. റൂട്ട് നാടുകാണി. ഗൂഡല്ലൂർ ടൗണ് കഴിയാൻ പോവാണ്. ഇനി നമ്മൾ എത്തിങ്ങാനിന്റെ അവിടെ എത്തുക. എത്തിങ്ങാന അവിടെ പൊളിയാട്ടോ. ഇവിടെ ചൂടാണ്. ഇവിടെ വലിയ തണുപ്പൊന്നും ഇല്ലല്ലോ. നമ്മളെ നാട്ടിലത്തെ ഒരു കാലാവസ്ഥ തന്നെയല്ലേ ഇവിടെ. കുറവ് പിന്നെ തണുപ്പൊന്നുമില്ല. ഇത് നമ്മളെ നാട്ടുകാരെ തോന്നുന്നുണ്ടല്ലേ വണ്ടി.
അന്തല്ലാത്ത ഡ്രൈവിംഗ് ആണ്. ആ ബൈക്ക് മുമ്പൊക്കെ വരണ്ട പോലെ അങ്ങനെ പോയിക്കോട്ടെ. ആ ഡോറ് തുറന്നു. അത് തുറന്ന് ആ കോല അറിഞ്ഞിട്ടുണ്ടാവും. അതാണ് അടച്ചു. അത് ഓട്ടോമാറ്റിക് അടക്കും. അതൊക്കെ ഓട്ടോമാറ്റിക്കാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. മഴ ചെയ്യണ്ടോ? വൈപ്പർ ഇട്ടാ മഴ അങ്ങനെ ഗൂഡല്ലൂർ ടൗണ് കഴിഞ്ഞിട്ടോ നജിയ? കഴിഞ്ഞു തുടങ്ങി. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വരാം. ജത്തിങ്ങാനിൻ്റെ അവിടെ നിന്ന് ചെയ്ത് നോക്കാം. ജത്തിങ്ങാനും കാട്ടി കൊടുക്കാം അല്ലേ? എന്നായിക്കോട്ടെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാം. അടുത്ത വീഡിയോ ചെയ്യാം. പേരും 50 പിടിച്ചു. ഓക്കെ എന്നാല്.